നമുക്ക് സിമ്പിളായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് സ്പ്രിംഗ് ഒണിയനോ പിന്നെ സെലറിയോ അങ്ങനത്തെ വെജിറ്റബിൾസ് ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. അതിനുശേഷം കുറച്ചധികം വെളുത്തുള്ളി തന്നെ, ഞാനൊരു 5-6 വലിയ വെളുത്തുള്ളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൊന്നും ഇല്ലെങ്കിലും ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അത് കൊടുക്കണേ. അപ്പോൾ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ 2-3 പച്ചമുളക്, പിന്നെ നമുക്ക് വെജിറ്റബിൾസ് എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും അതെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണ പാക്കറ്റിൽ ഫ്രോസണായിട്ട് മേടിക്കുന്ന വെജിറ്റബിൾസാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി, ഒരുപാട് അങ്ങനെ വേവിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതധികം ഗ്രീൻ പീസൊക്കെ ആണെങ്കിലും ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് അതിൽ ഉപ്പൊക്കെ പിടിച്ച് കിട്ടും, വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിലും ഉപ്പുള്ളതാണ്, അപ്പോൾ ആദ്യം ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ഞാനൊരു 3 എഗ്ഗ് നമ്മൾ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചിക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അരി വേവിച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ പരിപാടി പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ചിക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി വേവിച്ച് നന്നായിട്ട് ഊറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇത് എൻ്റെ ഉണ്ടായിരുന്ന മന്തി റൈസാണ്. ഫ്രൈഡ് റൈസിനൊരു നമുക്ക് ഇന്ത്യ ഗേറ്റ് പോലുള്ള അരിയാണ്, പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് വേവിച്ച് ഊറ്റി ഒരു പാത്രത്തിൽ വെച്ചിരുന്നതാണ്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് പൊരിക്കാൻ വെച്ചതിനും ഒരു 2-3 പീസ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് ഈ ബീഫും ചിക്കനൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസൊക്കെ തന്നെ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് ചേർത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം നോക്കിയാൽ നല്ല മണമുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുള്ളൂ. ഇതിൽ സ്പ്രിംഗ് ഓണിയനോ സെലറിയോ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.